നിങ്ങൾ കുറെ കൂടി മാന്യമായി പെരുമാറുമെന്ന് ഞാൻ കരുതി. എന്താ ഉണ്ടായത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മാഡം. അന്ന് ടിവിയിൽ തങ്ങേണ്ടി വന്നതിനെ പറ്റി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പരത്തുമെന്ന് ഞാൻ കരുതിയില്ല. അത്രയ്ക്ക് കൊള്ളരുതാത്തവനായിട്ടാണോ മാഡം എന്നെ കരുതുന്നത്? ശരി, ഇനി അങ്ങനെ ഉണ്ടാവില്ല. എന്നോട് ക്ഷമിക്കണം. ഞാൻ പോകുന്നു. ഗോപാലനോ? സാർ, പച്ചമ്മ കാറിലുണ്ട്. മാഡം, അകത്തേക്ക് വരാം. ഇരിക്കുന്നില്ല. മാഡം വന്നത് എന്താ ഇത് സുരേന്ദ്രൻ, ഈ രാജിക്കത്തിന്റെ അർത്ഥം? തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു പരിതസ്ഥിതിയിൽ ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എല്ലാം എന്റെ തെറ്റിദ്ധാരണയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കൂ. സുരേന്ദ്രൻ പോകരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പോകുന്നു. ദേവി, എന്റെ കാലിടറാനിടയാക്കരുതേ. എന്റെ അമ്മേ, എനിക്ക് ശക്തി നൽകണേ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മാഡം, മാഡം, വിളിക്കുമ്പോൾ കേട്ടില്ലെന്ന് അടിച്ചു പോകുന്നത് ശരിയല്ല. പതിവില്ലാതെ ഈ വഴിക്കൊക്കെ 1-ാം തീയതിയല്ലേ അമ്പലത്തിൽ പോയതാ. എന്താ ചിരിച്ചത്? ദൈവത്തേക്കാൾ പ്രാധാന്യം 1-ാം തീയതിക്കാണല്ലോ എന്ന് ആലോചിച്ചിരിച്ചതാ. ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. കളിയാക്കിയതല്ല, വെറുതെ പറഞ്ഞേ. ഞാൻ പോട്ടെ. ശരി. പാവം, നല്ല മനുഷ്യൻ. അവന്റെ കഥ കഴിച്ചേക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. സാറെ, തീപ്പെട്ടി ഉണ്ടോ?
വേദനയുണ്ടോ? ഓ സാരമില്ല. സാരമില്ലേ? എനിക്കറിയാം നല്ല വേദനയുണ്ടെന്ന്. മറ്റാർക്കും വേണ്ടിയല്ലല്ലോ, ഞാൻ എന്റെ കടമ ചെയ്തെന്ന് മാത്രം. എന്നാലും ഇത്രത്തോളം കൊച്ചമ്മേ, വേദന ഉണ്ടെങ്കിൽ ഈ ഗുളിക കഴിച്ചാൽ നല്ല ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞു. ശരി പോ. എങ്ങോട്ടേക്കാ? ഓഫീസ് വരെ അത്യാവശ്യമായിട്ടൊന്ന് പോണം. അവിടെ ചെന്നിട്ട് ചില കാര്യങ്ങൾ. എന്ത് കാര്യത്തിനാണെങ്കിലും ഇന്ന് പോകണ്ട. ഇതൊരു അന്യ വീടായി കരുതരുത്. ഈ സ്നേഹത്തിന് പകരം തരാൻ എനിക്കൊന്നുമില്ല. സ്നേഹം കടം കൊടുക്കാവുന്ന ഒരു വികാരമല്ലല്ലോ. സർ, ദിവാകരനെ വിളിക്കാം. സർ, പാരമൗണ്ട് കമ്പനിയുടെ ഓർഡർ ഇനി അയച്ചിട്ടില്ല അല്ലേ? ഇല്ല സർ. ഈ ആഴ്ച തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഉടനെ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ഇല്ല സർ. ശാരികേ വരു നീ പൂത്തതേൻ മാവില കാത്തു നിൽപ്പൂ സഖി മാറിതിൽ ചേക്കുവാൻ. ശാരികേ വരു നീ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. സംഗീതവും ജോലിയും ഒരേ സമയത്ത് തന്നെയാണല്ലോ. സംഗീതം എന്റെ ഒരു ദൗർബല്യമാണ്. പക്ഷേ അത് ജോലിക്ക് തടസ്സമാവില്ല. കുഴപ്പമില്ല. ആട്ടെ, വർക്കേഴ്സിന്റെ പ്രശ്നമെല്ലാം എന്തായി? എല്ലാം നോർമലായി വരുന്നു. ചില കള്ളന്മാരുണ്ട്, അവരെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാഡം ഇരിക്കും. ഇരിക്കുന്നില്ല. ഇതുവഴി വന്നപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. വരട്ടെ. സ്നേഹം കടം കൊടുക്കാവുന്ന ഒരു വികാരമല്ലല്ലോ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മാഡം. ഒന്നും പറഞ്ഞിട്ടില്ലേ? പഴയ ഒരാളാണല്ലോ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ കുറെ കൂടി പോകുന്നു. മനസ്സാ വാച കർമ്മണ ഞാൻ മാഡത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ പറ്റി പറയുന്നതിൽ എനിക്ക് വിഷമമില്ല. എങ്ങു നിന്നോ വന്ന ആ നല്ല മനുഷ്യനെ കുറിച്ചുകൂടി നിങ്ങൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയില്ലേ? ഇനി എന്തെങ്കിലും കേട്ടാൽ എന്റെ സ്വഭാവം മാറും. ഇന്നത്തെ കളായില്ലേ? ഒന്ന് പോടോ അവിടുന്ന്. ഇതുപോലെ എന്തെല്ലാം കേട്ടവനാ ഈ നാണുമേസ്ത്രി അല്ല, മാറിമേസ്ത്രി. ഒന്ന് പോടാ. ഇത് ഐഷുമ, നാളെ മണവാളനും മണവാട്ടിക്കും എന്റെ വീട്ടിലാണ് ഊണ്. എന്താ? അതൊക്കെ ഓളോട് ചോദിച്ചോളി. ഇനി അതൊക്കെ തീരുമാനിക്കേണ്ടത് ഓളല്ലേ? മണവാട്ടി, പുതിയ ആള് വന്നപ്പോ പഴയ ആൾക്കാരെ മക്കരുതേ.